കാര്യം 152 BNS കേരളത്തിലെടുക്കുന്ന ആദ്യത്തെ കേസ്. പുതിയതായിട്ട് വന്നതിന് ശേഷം 153 മാറിക്കഴിഞ്ഞപ്പോൾ പഴയ 124 152 ആയപ്പോൾ പഴയ 124 153 പഴയ 153 ആയിരിക്കും. അല്ല, ഇത് 124 ഇത് രാജ്യദ്രോഹം. രാജ്യദ്രോഹം മധുരയുടെ ഒക്കെ മണ്ടയ്ക്ക് ചുമച്ച കേസെടുത്ത് ഞാൻ കൊച്ചു കക്ഷിയാണ്. ഭീകര ഇത് പറയുമ്പോൾ ഭയങ്കര ഗ്രാവിറ്റിയുള്ള കേസല്ലേ. എന്നിട്ട് ഒരിക്കലും എനിക്ക് ജാമ്യം കിട്ടത്തില്ല. കാര്യം ജീവപര്യന്തമാണ് ശിക്ഷ. അപ്പം ഒരിക്കലും ജാമ്യം മിനിമം 7 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും തീരുമാനിച്ചു ജാമ്യം കിട്ടത്തില്ല. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ആണ്. ഞാൻ പറഞ്ഞേക്കുന്നതിനകത്ത് 17 മിനിറ്റ് ഞാൻ സംസാരിച്ചേക്കുന്ന കേൾക്കുന്ന ഒരു ജഡ്ജി 100% ഇത് മനസ്സിലാക്കുക. കേൾക്കുന്നതൊക്കെ എപ്പോഴാണെന്നുള്ള പ്രശ്നമുണ്ടാ. അപ്പം നമ്മൾ മുൻകൂർ കൊടുക്കുമ്പോൾ പിന്നെ പക്ഷേ അതോടൊപ്പം തന്നെ വേറൊരു വലിയ അപകടം ഇതിനകത്തുള്ളത് 152 BNS ആദ്യത്തെ ജഡ്ജ്മെൻ്റാണ് ഇവിടെ വരുന്നത്. അത് ഇന്ത്യ മുഴുവൻ പോകും. ഇത് റിപ്പോർട്ടഡ് ജഡ്ജ്മെൻ്റ് ആകുമാറും. ഉത്തർപ്രദേശിൽ രാജ്യദ്രോഹം ചെയ്യുന്ന ഒരുത്തൻ പറയും അഖിൽമാർ സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ജാമ്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അതേ ഉള്ളായിരുന്നു ആകെ ഒരു പേടി. പക്ഷേ അത് ഫുള്ള് പിന്നെ ജസ്റ്റിസ് ബെറ്റി കുര്യൻ തോമസ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പഠിച്ച ജഡ്ജ്മെന്റ് പറയുന്ന ഒരാളാണ്. അതാണ് ഇവരെയൊക്കെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം ഹൈക്കോടതിയിലാണ്. അപ്പം അദ്ദേഹം എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നിട്ട് ചോദിച്ചു എന്തടിസ്ഥാനത്തിൽ കേസെടുത്തെന്ന് ചോദിച്ചു.